ഹലോ മക്കളെ, നിങ്ങൾ ഇന്നൊരു റെയിൽവേ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുമോ ഇല്ലയോ? ഇപ്പോ പലരും നിങ്ങളോട് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഒക്കെ ഒരു സർക്കാർ ജോലിക്ക് പോവോ? പണ്ടത്തെ പോലെയൊന്നല്ല, പെൻഷനും ആനുകൂല്യങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല, പ്രൈവറ്റ് ജോലിക്ക് പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞ് നിങ്ങളോട് കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു തരട്ടെ, നിങ്ങൾക്ക് ഇപ്പൊ ഒരു ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, എസ്പെഷ്യലി നമ്മുടെ റെയിൽവേ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുമോ ഇല്ലയോ? കിട്ടിക്കഴിഞ്ഞാൽ എത്ര പെൻഷൻ കിട്ടും, ഏത് പദ്ധതി പ്രകാരമായിരിക്കും പെൻഷൻ കിട്ടാനായിട്ട് പോകുന്നത്, എങ്ങനെയാണ് ഈ പെൻഷൻ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കുറച്ച് മിനിറ്റിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ മക്കളെ, ആദ്യമേ തന്നെ മനസ്സിലാക്കിയിരിക്കുക, നമുക്ക് പ്രധാനമായിട്ട് 3 പെൻഷൻ പദ്ധതികളാണുള്ളത്. ഒന്നാമത്തെ പെൻഷൻ പദ്ധതി എന്ന് പറഞ്ഞാൽ ഓൾഡ് പെൻഷൻ സ്കീം അഥവാ OPS, രണ്ടാമത്തേത് ന്യൂ പെൻഷൻ സ്കീം അഥവാ NPS, അടുത്തത് യൂണിഫൈഡ് പെൻഷൻ സ്കീം അഥവാ UPS എന്നിങ്ങനെ 3 പെൻഷൻ പദ്ധതികളാണ് നമുക്ക് നിലവിലുള്ളത്. അപ്പോൾ ഈ ഓൾഡ് പെൻഷൻ സ്കീം എന്ന് പറയുമ്പോൾ 2004 മുന്നേ വരെ സർക്കാർ സർവീസിൽ പ്രവേശിച്ചവർക്കാണ് ഈ പറയുന്ന ഓൾഡ് പെൻഷൻ സ്കീം ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവർക്ക് യാതൊരു കുഴപ്പവും ഇല്ലാതെ തന്നെ ഗവൺമെന്റ് ഓരോ മാസവും അവർക്ക് കൃത്യമായിട്ട് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കും. അതായത് അവർ സാലറിന്ന് ഇത്ര കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നോ ഒരു ആവശ്യവുമില്ല. അവർക്ക് ഗവൺമെന്റ് ഗ്യാരണ്ടീഡ് ആയിട്ട് മാസാമാസം കൃത്യമായിട്ട് പെൻഷൻ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഓൾഡ് പെൻഷൻ സ്കീം. അപ്പൊ ഈ ഓൾഡ് പെൻഷൻ സ്കീം ഗവൺമെന്റിന് വല്ലാണ്ട് ബാധ്യതയായി കഴിഞ്ഞപ്പോഴാണ് അവർ മറ്റൊരു സാധനം കൊണ്ടുവന്നത്, ഈ പറയുന്ന ന്യൂ പെൻഷൻ സ്കീം. പക്ഷെ ഈ ന്യൂ പെൻഷൻ സ്കീം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. കാരണം ന്യൂ പെൻഷൻ സ്കീമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് പെൻഷൻ കിട്ടുമെന്ന് യാതൊരു ഗ്യാരണ്ടിയും നമുക്കില്ല. അതായത് യാതൊരു ഗ്യാരണ്ടിയോ ഉറപ്പോ ഇല്ലാത്തൊരു പെൻഷൻ പദ്ധതിയാണ് NPS. അപ്പോൾ NPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സാലറിയുടെ ഒരു ഇത്ര ശതമാനം എന്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും, ഒരു ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു ഫണ്ട് എന്ന് പറയുന്നത് ഈ സ്റ്റോക്ക് മാർക്കറ്റിലും അതുപോലെ മ്യൂച്വൽ ഫണ്ടിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അഥവാ റിട്ടേൺ ആണ് നമുക്ക് മാസാമാസം പെൻഷൻ ഒക്കെ ആയിട്ടും അതുപോലെ തന്നെ മറ്റ് ഫണ്ടുകളൊക്കെ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. സോ NPSന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് ഗ്യാരണ്ടി ഇല്ല, അതുപോലെ തന്നെ റിസ്ക്കും കൂടുതലായിരുന്നു. ഇപ്പൊ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇടിഞ്ഞു അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് തകർന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വാർത്ത കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ തകർച്ചകളൊക്കെ എന്തിനെ ബാധിക്കും? നമ്മുടെ പെൻഷനെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ NPSന്റെ പ്രധാന പ്രശ്നം അതായിരുന്നു. പക്ഷേ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മറികടന്നുകൊണ്ടാണ് പുതിയൊരു പെൻഷൻ സിസ്റ്റം കൊണ്ടുവന്നത്, ഈ പറയുന്ന യൂണിഫൈഡ് പെൻഷൻ സിസ്റ്റം അഥവാ UPS. അപ്പൊ മക്കളെ, നമ്മുടെ റെയിൽവേ അടക്കമുള്ള കേന്ദ്ര സർവീസുകളൊക്കെ ഇപ്പോൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന പെൻഷൻ സ്കീം എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് പെൻഷൻ സിസ്റ്റം ആണ്. അതായത് ഇപ്പോൾ നിലവിൽ NPSലുള്ളവർക്കും UPSലോട്ട് കൺവേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് റെയിൽവേയിലേക്ക് ജോലിക്ക് കിട്ടുന്നവർക്കും ഏത് പെൻഷൻ പദ്ധതിയുടെ അണ്ടറിലാണ് പെൻഷൻ കിട്ടാൻ പോകുന്നത്? യൂണിഫൈഡ് പെൻഷൻ സ്കീമിന്റെ അണ്ടറിലാണ് പെൻഷൻ കിട്ടാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ UPSുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പെൻഷൻ കിട്ടാൻ പോകുന്നത്, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ മക്കളെ, ഇവിടെ യൂണിഫൈഡ് പെൻഷൻ സ്കീമിനെ കുറിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആദ്യത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാരണ്ടീഡ് പെൻഷൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് മാസാമാസം എന്തായാലും പെൻഷൻ കിട്ടിയിരിക്കും. അപ്പൊ നമ്മൾക്ക് എന്താ പറയാ, സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞോന്നോ അല്ലെങ്കിൽ അവിടെ തകർന്നോന്നോ അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം വന്നോന്നോ ഒന്നും ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് മാസാമാസം കൃത്യമായിട്ട് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും. കൂടാതെ ഇത് റിസ്ക് ഫ്രീ ആണ്. അതായത് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് നമുക്ക് എന്താ പറയാ, അയ്യോ അതിന് പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പെൻഷൻ കിട്ടൂലേ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് റിസ്ക് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പെൻഷനാണ്. ഇനി എന്താണ് ഈ ഒരു പെൻഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടി? നമ്മൾ നമ്മുടെ സാലറിയുടെ ഒരു 10% എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഭാവിയിൽ ഈ ഒരു പെൻഷൻ തുകയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ഗവൺമെന്റ് 18% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു തുക ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ സാലറിയുടെ 10% കോൺട്രിബ്യൂട്ട് ചെയ്യും, കൂടാതെ ഗവൺമെന്റ് 18% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് അല്ലെങ്കിൽ എത്രയാണ് നമുക്ക് ഈ പെൻഷൻ തുകയായിട്ട് മാസം കയ്യിലോട്ട് കിട്ടാൻ പോകുന്നത്? അതാണ് ഇതിന്റെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ലേ. നമ്മളുടെ അവസാനത്തെ ഒരു വർഷത്തെ അഥവാ 12 മാസത്തെ ആവറേജ് ബേസിക് പേ എടുക്കും. അതായത് നമ്മുടെ ബേസിക് പേ എത്രയാണോ അതിന്റെ ആവറേജ് എടുത്തിട്ട് അതിന്റെ 50% നമുക്ക് എന്തായിട്ട് കിട്ടാൻ പോകുന്നത്, പെൻഷൻ തുകയായിട്ട് കയ്യിലോട്ട് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ 1 ലക്ഷം രൂപ മാസം ബേസിക് പേ ഉള്ള ഒരു എംപ്ലോയി ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് റെയിൽവേയിൽ മാസം 1 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ബേസിക് പേ ആയിട്ട് ഉണ്ടാവുന്നത്. സ്വാഭാവികമായിട്ടും അപ്പോൾ ഇതിന്റെ ഒരു ആവറേജ് ബേസിക് പേ നമ്മൾ എങ്ങനെയായിരിക്കും കാണാനായിട്ട് പോകുന്നത്? 1 ലക്ഷം × 12, അപ്പൊ എത്രയായിരിക്കും? 12 ലക്ഷം വന്നു അല്ലേ. അപ്പൊ ഈ 12 ലക്ഷം വന്നു, 12 ലക്ഷത്തിന്റെ ആവറേജ് അപ്പോൾ ഡിവൈഡഡ് ബൈ 12, സ്വാഭാവികമായിട്ടും ഇതിന്റെ ആവറേജ് എത്രയായിരിക്കും? അഗെയിൻ 1 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ആവറേജ് ബേസിക് പേ വരുന്നത്. ഇതിന്റെ 50% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരുന്നേടാ? 50,000 രൂപ അല്ലേ.
അപ്പോൾ ഈ പറയുന്ന 50,000 രൂപയായിരിക്കും നിങ്ങൾക്ക് മാസം പെൻഷൻ തുകയായിട്ട് കിട്ടാനായിട്ട് പോകുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. ഇപ്പോൾ 1,00,000 രൂപയുടെ കണക്കെടുത്തിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 80,000 രൂപ ബേസിക് പേ ഉള്ള ഒരു എംപ്ലോയി ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് അവസാനത്തെ ഒരു വർഷത്തിൽ. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് 2-3 മാസം മുന്നേ ഒരു പ്രൊമോഷനായി, അപ്പോൾ നിങ്ങളുടെ ബേസിക് പേ 1,00,000ത്തിലേക്ക് ഉയർന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് ഈ പറയുന്ന അവസാനത്തെ ഒരു 12 മാസം അഥവാ ഒരു വർഷത്തെ ആവറേജ് ബേസിക് പേ എടുത്തിട്ട് അതിന്റെ 50% നമുക്ക് പെൻഷനായിട്ട് തരാനുള്ള കാര്യം. അപ്പോൾ ഏകദേശം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പെൻഷന്റെ കാൽക്കുലേഷൻ വരുന്നത്. ഇത്രയും തുക നിങ്ങൾക്ക് കിട്ടും. പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ചിന്തയാണ്, അന്നത്തെ 50,000 രൂപ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഒരു 10-30 വർഷത്തിന് ശേഷം ഈ ഒരു 50,000 രൂപ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണെന്നുള്ളത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഇൻഫ്ലേഷൻ ഇൻഡെക്സേഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് പണപ്പെരുപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ്. ഇന്നുള്ള 10 രൂപയുടെ വാല്യൂ ആയിരിക്കില്ല ചിലപ്പോൾ ഒരു 2 വർഷം കഴിയുമ്പോൾ 10 രൂപയുടെ വാല്യൂ. പണ്ട് 1 രൂപയ്ക്ക് ഒരു സാധനം കിട്ടിയിരുന്ന പോലെ ഇന്ന് 1 രൂപയ്ക്ക് ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് കിട്ടുന്ന പെൻഷനും അതുപോലെ തന്നെയായിരിക്കും. അതായത് നിങ്ങൾക്ക് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്ഡ് ആയിരിക്കും. നിങ്ങൾ അക്കാര്യത്തിൽ യാതൊരു പേടിയും വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വർഷാവർഷം ഇൻഫ്ലേഷൻ മാറുന്നതനുസരിച്ച് വേണ്ട ഹൈക്കും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പെൻഷനും ഇതേ ഇൻഡെക്സേഷൻ ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ആർക്കും യാതൊരു പേടിയുടെ ആവശ്യമില്ല. സോ ഇൻഫ്ലേഷൻ ഇൻഡെക്സേഷൻ ഇവിടെ ആപ്ലിക്കബിൾ ആണ്. കൂടാതെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന് 60% നിങ്ങളുടെ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും. മാസാമാസം നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന പെൻഷന്റെ 60% കിട്ടിക്കൊണ്ടിരിക്കും. കൂടാതെ മിനിമം ഒരു 10 വർഷം പൂർത്തിയാക്കിയ എംപ്ലോയി ആണെങ്കിൽ 10,000 രൂപ മിനിമം പെൻഷൻ ഒരു മാസം ഉണ്ട്. അതിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു എക്സ് സർവീസ്മെൻ ഒക്കെയാണ്, ചിലപ്പോൾ ഒരു 40 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ അതായത് ഒരു 40 വയസ്സിന് ശേഷമാണ് നിങ്ങൾ സർവീസിൽ പ്രവേശിക്കുന്നതെങ്കിൽ കൂടെ നിങ്ങൾക്ക് മിനിമം ഒരു 10,000 രൂപയെങ്കിലും നിങ്ങൾക്ക് പെൻഷൻ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അപ്പോൾ നിലവിൽ ഇങ്ങനെയൊക്കെയാണ് മക്കളെ നമ്മുടെ റെയിൽവേയുടെ പെൻഷന്റെ ഒരു കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കിയിരിക്കുക, NPS അല്ല, നിലവിൽ UPS വഴിയാണ് നിങ്ങൾക്ക് പെൻഷൻ കിട്ടാനായിട്ട് പോകുന്നത്. സോ ഗ്യാരണ്ടീഡ് പെൻഷനാണ്. നിങ്ങളുടെ ആവറേജ് ബേസിക് പേയുടെ 50% കിട്ടിക്കൊണ്ടിരിക്കും. ഇതിന്റെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പണ്ടത്തെ പെൻഷൻ പദ്ധതി അതായത് OPS കിട്ടിയിരുന്ന പോലെ അല്ലല്ലോ എന്നാലും UPS നിന്ന്. ആക്ച്വലി ആ ഒരു ധാരണ തെറ്റാണ്. OPS ഇതേ പരിപാടി തന്നെയായിരുന്നു. നിങ്ങളുടെ ബേസിക് പേയുടെ 50%, അതായത് അവസാനത്തെ ഒരു വർഷത്തെ ബേസിക് പേയുടെ 50% തന്നെയാണ് ഓൾഡ് പെൻഷൻ പദ്ധതിയിലും നിങ്ങൾക്ക് പെൻഷനായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന UPS കിട്ടാനായിട്ട് പോകുന്നത്. അതായത് നിങ്ങളുടെ ബേസിക് പേ അതായത് ആവറേജ് ബേസിക് പേയുടെ 50% തന്നെ നിങ്ങൾക്ക് പെൻഷനായിട്ട് കിട്ടും. അപ്പോൾ യാതൊരു വ്യത്യാസമില്ല. കൂടാതെ തന്നെ പഴയ പെൻഷൻ പദ്ധതി പോലെ തന്നെ ഗ്യാരണ്ടീഡ് ആണ്, റിസ്ക് ഫ്രീ ആണ്. പഴയ പെൻഷൻ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒട്ടുമിക്ക കാര്യങ്ങളും സെയിം തന്നെയാണ് ഈ പറയുന്ന യൂണിഫൈഡ് പെൻഷൻ സമ്പ്രദായത്തിൽ. സോ പെൻഷന്റെ കാര്യത്തിൽ ഇനി ആർക്കും യാതൊരു പേടിയുടെയും ആവശ്യമില്ല. അപ്പൊ മക്കളെ, ഇതുപോലെ പെൻഷനൊക്കെ കിട്ടി നല്ല അടിപൊളി ജോലി കിട്ടാനായിട്ട് നിങ്ങൾക്ക് റെഡി ആണെങ്കിൽ നമ്മുടെ RRBയുടെ NTPC ബാച്ച് ഓപ്പൺ ആണ്. അതുപോലെ തന്നെ നമ്മളുടെ ജൂനിയർ എഞ്ചിനീയർ ബാച്ചും കൂടാതെ അടുത്ത വർഷത്തേക്കുള്ള ഗ്രൂപ്പ് D ബാച്ച് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ലൈവിലും മാരത്തോണിലൊക്കെ കാണുന്ന സാറുമാരായിട്ടും ടീച്ചർമാരൊക്കെ ആയിട്ട് ലൈവിൽ ഇന്ററാക്ഷൻ ചെയ്തും PYQ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തും മോക്ക് ടെസ്റ്റ് ഒക്കെ എടുത്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോവാം. ചുമ്മാ റെക്കോർഡഡ് ക്ലാസ്സും മോക്ക് ടെസ്റ്റുകളൊക്കെ തരുന്ന വെറും ഒരു കോച്ചിങ് മാത്രമായിരിക്കില്ല ഇത്. നമുക്ക് അടിപൊളിയായിട്ടുള്ള മോട്ടിവേഷൻ സെഷൻസ് ഉണ്ടാവും, മെന്റർഷിപ്പ് സെഷൻസ് ഉണ്ടാവും, ലൈവായിട്ട് ഒരുപാട് ഇന്ററാക്റ്റീവ് സെഷൻസ് ഉണ്ടാവും. കൂടാതെ നമുക്ക് എപ്പോഴും ഒരു ഗൈഡഡ് മെന്റർഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന ബാച്ചുകളിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ RRBയുടെ യാത്രി ബാച്ച്, NTPC യാത്രി ബാച്ച് ആയാലും ശരി, അതുപോലെ തന്നെ ഇഗ്നൈറ്റ് എന്ന് പറയുന്ന ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് ആണെങ്കിലും ശരി, ഗ്രൂപ്പ് D പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് ആണെങ്കിലും ശരി, ഇതിലെല്ലാം നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പൊ മക്കളെ, നല്ല രീതിയിൽ തന്നെ ഇതുപോലുള്ള അവസരങ്ങളൊക്കെ ഉപയോഗിക്കുക. കാരണം നമ്മളുടെ കരിയർ സെറ്റ് ആക്കാൻ പറ്റുന്ന ഒരു അവസരം തന്നെയാണ് സർക്കാർ ജോലി. UPS പെൻഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് ഇപ്പോൾ റിട്ടയർ ആയതിനു ശേഷം നിങ്ങൾ വെറുതെ മറ്റൊരു ജോലിക്ക് പോകാൻ അല്ലെങ്കിൽ മറ്റൊരു ജോലി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ല അടിപൊളി പെൻഷനൊക്കെ മാസം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ മക്കളെ, അവസരങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുക. എക്സാമിനേഷൻ അപ്ലൈ ചെയ്ത് തുടങ്ങിയവരെല്ലാവരും നല്ല രീതിക്ക് തന്നെ പഠിക്കുക. കൂടാതെ നമ്മുടെ യൂട്യൂബ് ചാനൽ, ടെലിഗ്രാം ചാനൽ, ഇൻസ്റ്റാ ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പല റീൽ മുഖേനയും പോസ്റ്റർ മുഖേനയും ഒക്കെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ മക്കളെ, അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. എല്ലാവരും ഉഷാറായിട്ടിരിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ ബൈ.